ബാക്കിലുള്ള വ്യൂ ഉണ്ടോ? അടാറ് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ Human alien madness. വലിയൊരു മീൻ നോക്ക്, കാണണ്ട. ഇതിനെ പിടിക്കാൻ പറ്റുമോ? കത്തി കൊണ്ട് പിടിക്കാൻ പറ്റൂ. പക്ഷേ വെട്ട് ഞാൻ വെട്ടാം. ആ കത്തിരുതേ, കത്തിരി ഒരു മിനിറ്റ് എടുത്തിട്ട് വരാം. കത്തിരി ഞാൻ വെട്ടാം. ഞാൻ വെട്ടട്ടെ? അയ്യോ പോവോ? ഞാൻ എറിഞ്ഞാൽ മതിയോ? അല്ലല്ലോ, എറിഞ്ഞാൽ കിട്ടും. പോയില്ലേ? പോയോ? പോയി. പോയോ? അതെങ്ങനെ പോയടാ? അത് അനക്കം വന്നപ്പോഴത്തേക്ക് അതങ്ങ് മുങ്ങി. ഈ കവർ പിടി. നമുക്ക് വല ശരിയാക്കാനേ ടോർച്ച് അതിൽ വെക്കാം അല്ലേ? ടോർച്ച് വേണ്ടല്ലോ. ഇത് ചെറിയ വലയോ? ചെറിയ കണ്ടി, ചെറിയ മീൻ കിട്ടുന്നുണ്ടോ? അതും രണ്ടും ഉണ്ടേ? രണ്ടുകൂടാ. അങ്ങോട്ട് ആ കുഴിയിൽ പിടിക്കാം. അവിടെയാണ്. കുറച്ച് ഇങ്ങോട്ട് പിടിക്കോ നീ? നാടുന്നു. ഇത് നല്ല വീതി ഉണ്ടല്ലോ. അതെ, തിരിച്ചു പിടിക്കണം. അങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കണം. നോക്കട്ടെ. റെഡി. ഇങ്ങനെ വെക്കാൻ പറ്റുമോ? എന്താ ഇവിടെ കുടുങ്ങി കിടക്കുന്നു? കല്ല് കല്ല്. അങ്ങനെ പിടിച്ചോ, പൊക്കി പിടിച്ചോ. ഇത് പിടിച്ചാൽ മതി, നമുക്ക് റെഡിയാക്കാം. റെഡിയാക്കാം. ഇങ്ങനെ കെട്ടാൻ പറ്റുമോ? അവിടെ കെട്ടിക്കോ. അങ്ങനെയാണോ? ഇവിടെയും കേട്ടോ, ഈ കമ്പില് കെട്ടിയാ പോലെ. ഞാൻ ഇവിടെ ഒരു പേരുണ്ട്, നമ്മൾ കുറുക്കിയെടുത്തവരുടെ. വരാ. എല്ലാം റെഡി ആയില്ലേ? ആ മീൻ കിട്ടാത്തൊരു വിഷമേ ഉള്ളൂ. അതെ, എന്റെ കപ്പ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ.
നമ്മളെ ചിക്കൻ കൂട്ടാൻ ഇവിടെ ചിക്കൻ ചൂടാക്കണോ? വേണ്ടല്ലേ? വേണ്ട വേണ്ട മതി, എടുക്കട്ടെ? എടുക്കാം. ഓ വിശന്നിട്ട് ഇങ്ങനെ കുടല് കത്താണ്. രാവിലെ ഒന്നും കഴിച്ചിട്ടുമില്ല. ഓഹോ ഓ ചൂടുണ്ട്. ഇതാ പൊളിച്ചില്ലേ? പക്ഷെ നമുക്ക് മീൻ കിട്ടിയില്ല. മീൻ കിട്ടിയില്ല, കുഴപ്പമില്ല. അതിലും ഇന്ന് മീൻ ആവശ്യമില്ലല്ലോ. രാവിലത്തെ നാളെ ഫുള്ള് കിടക്കല്ല, ഇറങ്ങി അടിക്കാം മീനിനെ. അത് കഴിച്ചു കഴിക്കട്ടെ. കേട്ടോ അത് മതി. ഉള്ള നല്ല ബന്ധുട്ടോ. അത് അയച്ചിൽ വെച്ചോണ്ടാ കരിയാട് കിട്ടിയത്. അടിപൊളി ടേസ്റ്റ് കേട്ടാ. നല്ല വേവും ചെയ്തു. നല്ല ഇടി അടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അല്ലേ? ഞാൻ കുറച്ച് മഴ പെയ്യുന്ന. മഴ തൂങ്ങിയതാ. മഴ നമ്മളെങ്ങനെ ചിക്കൻ കിട്ടും? നമ്മുടെ ഷീറ്റ് കുറച്ച് പൊക്കി കെട്ടി ചിലപ്പോ അടിച്ചു വിട്ടിട്ടാണ് അല്ലേ? ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞാലേ തിന്നണമെന്ന് നിർബന്ധമൊന്നുമില്ല. സർവൈവ് ചെയ്യാം, അതന്നെ. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മഴ സർവൈവ് ചെയ്യുക. കയ്യിൽ എന്തെങ്കിലും പഴം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കുക, ഉറങ്ങുക. ഇപ്പൊ നല്ല സാഹചര്യം ഒത്തു വന്നോണ്ട് ചിക്കൻ ചുട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. ചായ ചൂടറി അറിയാം. ചിക്കൻ ചുട്ട കഴിഞ്ഞു കേട്ടോ. വണ്ടിയും കഴിഞ്ഞു. നല്ല പണിയെടുത്തോണ്ട് ഒരു നല്ല വിശപ്പുണ്ട്. എന്റെ കാപ്പിങ് തരൂ. മൊത്തം ആറിയല്ലേ ഇത്? ഓ മതി മതി മതി. എന്തായാലും ഇന്നത്തെ ഫുഡിന്റെ പരിപാടി സെറ്റ്. ഫുഡ് താമസം എല്ലാം സെറ്റാക്കി ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി തീ ഒന്നും കുറിച്ച് കൂട്ടിയിട്ടിട്ട് കിടക്കേണ്ട പരിപാടി നോക്കാം അല്ലേ? ഷൂ കഴിച്ചാളാ? ഞാക്ക് ഇത് കൊണ്ടിട്ടുണ്ട്, ക്രോപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ല, തീ ഒന്ന് കത്തിച്ചിട്ട്. മെല്ലെ വർഗുണ്ട്. എന്തോ ഇത് കുരക്കുന്നുണ്ട് കേട്ടാ. പട്ടിയാ? എന്താ അത്? പട്ടിയാ? മറ്റേ ചെന്നായിന്റെ സൗണ്ട് ആണല്ലോ. പട്ടിയല്ല? പട്ടി തന്നെ. രണ്ടിന്റെ ഒച്ച കേൾക്കുന്നുണ്ട്. ചിലപ്പോ ഇതിനെ കണ്ടിട്ട് പട്ടി കുറയ്ക്കായിരിക്കും. അതും പറയാൻ പറ്റില്ല. എന്നാ പെട്ടെന്ന് ഇത് കഴുകിട്ട് തീ ഒന്ന് കൂട്ടിയിടാം. അവിടെ തീ ഇടണോ? വേണ്ട, ഇതുപോലെ ഇവിടെ ഒരു നോക്കട്ടെ, ഞാൻ വേണമെങ്കിൽ നോക്കിട്ട് തീ ഇടും.
എന്നാ എഴുന്നേറ്റ് ക്ലീൻ ആക്കട്ടെ. ആ ഓക്കെ. സമയം ഒരുപാട് ലേറ്റ് ആയി. ഞാൻ ഉറങ്ങട്ടെ എന്നാല്. ഇപ്പൊ എല്ലാം പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ. അവിടെ എന്തോ പന്നിയാന്ന് തോന്നുന്നുണ്ട്. തീർച്ചയാ അവിടെ പന്നിയാന്ന് തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ്. എൻ്റെ കയ്യിലൊരു പടക്കത്തിൻ്റെ സെറ്റുണ്ട്. കടന്നതായിരുന്നു. ഞാൻ കടന്നിട്ടിപ്പോൾ ഒരു കുറച്ച് നേരം ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് അവിടെ ഒരു അടക്കം വന്നു. നോക്കട്ടെ. ഉണ്ടോ? ഒച്ച വെക്കുന്നില്ലേ? പന്നി തന്നെയാണ് സാധ്യത. ഒരു മിനിറ്റ്. നൗശു ഉറങ്ങിയെന്ന് തോന്നുന്നുണ്ട്. നൗശു ഉറങ്ങി കേട്ടോ. ഇത് മറ്റേ പൊട്ടാസ് ഉണ്ട്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എടുത്തതാ. നോക്കാം. സാധനം ഉണ്ടല്ലോ. പന്നിയാന്ന് തോന്നുന്നു. എന്തായാലും അത് ഓടിക്കോളും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. രാവിലെ ആയി, ഒരു കുഴപ്പമില്ലാതെ. പുഴയെ നോക്കി ഇരിക്കാൻ നല്ല സുഖമുണ്ട്. അതാണ് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് താഴെറിഞ്ഞ് വന്നത്. അപ്പോൾ ഒരു ചായ ഇട്ട് കുടിക്കട്ടെ. നമുക്ക് ഹാമക്കിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടുന്ന് ചായ കാച്ച. ഇതാ ഹാമക്ക് ഇവിടെയുള്ളത്. കണ്ട. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ ഒരു ചായ കുടിക്കണ്ടേ? രാത്രി എന്തായിരുന്നു സംഭവം? രാത്രി പിന്നെ പന്നി തന്നെ ആകാനാ സാധ്യത. ഞാൻ നിങ്ങളെ വിളിച്ചില്ലേ? നിങ്ങൾ ഉറങ്ങുകയല്ല. അല്ല, ഞാൻ ആ പടക്കം പൊട്ടിങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ ശ്രദ്ധ മതിയല്ലേ? ഞാൻ പടക്കം എടുത്ത് പൊട്ടിച്ച്. വേറെ രക്ഷയില്ലല്ലോ. പന്നി തന്നെ ആയിരിക്കും. അവിടുന്ന് കാട് ഇളകുന്ന ഒച്ച ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്താ ജീവിന്ന് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ രാത്രി. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല. ഞാൻ ജസ്റ്റ് പന്നിയാ അഥവാ കാണുകയാണെങ്കിൽ കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്തതാ. അപ്പോൾ കണ്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു ചായ ഇട്ട് കുടിക്കട്ടെ. എന്താ ഈ ചായ റെഡിയായോ? ചായ വെച്ചിട്ടേ ഉള്ളൂ. രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് അതെ, ഞാനും അതാണ്. നമുക്ക് ആ വല നോക്കണ്ട മീനിന്റെ. ആ, വലയെ നോക്കണം. ഇതൊന്ന് തിളക്കട്ടെ. ഞാനൊന്ന് ചായപ്പൊടി എടുക്കട്ടെ.
തീ കുറച്ച് വെച്ചിരിക്കുന്നു അല്ലല്ലേ? ഇത് ഇത്ര വെള്ളം ഒരുപാടുണ്ടോ ഇത് വെള്ളം? ഇല്ലല്ലേ? മതി. ചായ വെച്ചിരിക്കുകയാണ് രാവിലെ തന്നെ. അപ്പോൾ ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് നെറ്റ് ഇട്ടിട്ടില്ല ഫിഷ് പിടിക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ അവിടെ പോയിട്ട് ചെക്ക് ചെയ്യണം. ഇതൊക്കെയാണ് പരിപാടി. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ആണ്. ഫിഷിങ്, മീൻ പിടിച്ച് കഴിക്കുക, അതാണ് മെയിൻ പരിപാടി. ഇന്നലെ ചിക്കനൊക്കെ ചുട്ട് കഴിച്ചു. ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മീൻ കഴിക്കും, വേറെ അല്ലെങ്കിൽ പിന്നെ വേറെ രക്ഷയില്ല. ഇങ്ങോട്ട് എന്തെങ്കിലും പോയി തിരഞ്ഞ് നോക്കേണ്ടി വരും. പിന്നെ എന്തായാലും നോക്കാം. ചായ എന്തായാലും തിളച്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചായ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബാക്കിലുള്ള വ്യൂ ഉണ്ടോ? ഇതാണ് വ്യൂ. ഉണ്ടോ? ഫിഷിങ്ങിൻ്റെ നെറ്റ് അവിടെയാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ചായ കുടിച്ചിട്ട് വേണം നെറ്റ് പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും മീൻ എന്തെങ്കിലും കണിഞ്ഞിട്ടുണ്ടോ നോക്കാമല്ലോ. ഇത് പൊട്ടിച്ചു തന്നല്ലേ? ഇതേപോലെയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ചായ എല്ലാം ഉണ്ടാക്കി കുടിച്ചിട്ട് പിന്നെ എന്തിനാ ജീവിക്കുന്നല്ലേ? ലൈഫ് ഇതേപോലെ എൻജോയ് ചെയ്യാനുള്ളതാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ എൻജോയ് ചെയ്യണം കേട്ടോ. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലം നോക്കി പോയി ഇങ്ങനെ ട്രക്ക് ചെയ്ത് പോയി ചായയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആ ഒരു ത്രില്ലടിക്കണം. ഞാൻ 2 മിനിറ്റ് കേട്ടോ. ഞാൻ 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2ന് വേണ്ടിയിട്ട് കേട്ടാ. അപ്പം ഞങ്ങൾ ഫിഷിങ്ങിൻ്റെ പരിപാടി നോക്കട്ടെ. പിന്നെ നെറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഇട്ട നെറ്റ് അത് ചെക്ക് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ഞാൻ ഫുള്ള് കൃതാർത്ഥനായി. ഈ വലയിലൊന്നും ഇല്ലല്ലോ. അതൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് ഈ വല ഇട്ടിട്ട് ഇത് പൊക്കിയാൽ പോരെ? എന്തെങ്കിലും ഒന്ന് കുടുങ്ങിയാൽ മതി. എന്തായാലും കുടുങ്ങണ്ടേ? ഞങ്ങൾക്ക് വേണ്ടി വല ഇട്ടിട്ടുണ്ട്. കുടുങ്ങാതെ നമുക്ക് ഇങ്ങോട്ട് വരില്ലല്ലോ. ഒരു നീർക്കോലിയെങ്കിലും കുടുങ്ങി സന്തോഷമായി. അങ്ങോട്ട് പോലെ അവിടെ കുഴിയുണ്ട്. കുഴപ്പമില്ലല്ലോ, ഇത് വലിയ വല. ഇങ്ങനെ ഉണ്ടാവും. ശ്രദ്ധിക്കണം. നല്ല ആയുണ്ട്. ഇങ്ങോട്ട് നോക്കാം. ആഴമുണ്ട്, ഒഴുക്കുണ്ട് കേട്ടോ. എടാ ഇങ്ങോട്ട് ആരും കൂടുതലോ? അയ്യോ, നിനക്ക് കുഴപ്പമില്ല. കുളിക്കാനായിട്ട് ഇറങ്ങിയോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യണം. ഈ വേരിലും ആ വേരിലും കിട്ടിയാലോ? ഇങ്ങോട്ട് ആഴം കൂടുതലുണ്ടാ? നല്ല ആയുണ്ട്. എനിക്ക് നീന്താൻ അങ്ങനെ അറിയില്ല കേട്ടോ. ഏയ്, എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ മിണ്ടൂല. അതും പേടിക്കണ്ട. അങ്ങനെ പറ്റും. ഞാൻ കുറഞ്ഞു കുടുങ്ങിയിട്ടുള്ള
ഇല്ല. ഇവിടെ അല്ലേ ഇടണ്ടേ? അങ്ങോട്ട് വാ. തണുപ്പല്ലടാ, നല്ല തണുപ്പുണ്ട്. കുറ്റി ഇവിടെ വരയ്ക്കാൻ ഒരു കല്ല് കിട്ടൂടാ. ആ ഇട്ടേ. ആ ഇതാ. നോക്കണേ. ആ മതി പോരെ. മതിയില്ലേ? ആ ഇവിടെ കിടട്ടെ. ആ ഒന്ന് താഴ്ത്തി കിട്ടാല്ലേ? ആ കാട്ടി കെട്ടിക്കോ. അതാകുമ്പോൾ ചപ്പും ചവറൊക്കെ അങ്ങ് ഒഴിച്ച് പോയിക്കോളും. ഞാൻ മടക്കി ഈ കമ്പി ചുറ്റിയാൽ മതി. ഇത് വില നമുക്ക് ഇടണോ? ഇതിന് കാര്യമില്ല. ഇത് ഈ ഒരു സ്ഥലത്തിന് ഇത് പ്രോപ്പർ അല്ല. ഇല്ലല്ലേ? മറ്റേ പോലെ ഓക്കെ, നേരത്തെ കെട്ടിയ പോലെ ഓക്കെ. ഇല്ലാത്തതുകൊണ്ടാണ്. അതെ. കുട്ടികളുടെ ശബ്ദം നോക്കിയാ അല്ലേ? ഇത് മല തന്നെയാണല്ലോ. മല എണ്ണാൻ്റെ ശബ്ദമല്ലേ? ആ ആ മല തന്നെയാണ്. മറ്റേ അണ്ണാൻ്റെ ഒരു വേറെ ടോണല്ലേ അത്? ശരിയാ. ഇത് വലിയ ആ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നോക്കിയാൽ മീൻപിടുത്തം ഒന്ന് റെഡിയായി അല്ലേ? ഒന്ന് റെഡിയായി. മീൻ കിട്ടിയില്ല. കിട്ടും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാം. ഇങ്ങനത്തെ മരത്തുമല്ല, വലിയ മരത്തും. നല്ല അടിപൊളി മല തന്നെയാണ് കണ്ട. നന്നായിട്ട് ഉറങ്ങിപ്പോയി.
ഇത്ര ഉറങ്ങിപ്പോന്ന് വിചാരിച്ചില്ല. നല്ല ക്ഷീണം ഉണ്ടായിരുന്നല്ലോ ഈ വെള്ളത്തിലും ഇതൊക്കെ കഴിച്ച് മറ്റേ ബർഗു ഇതൊക്കെ വെട്ടി എല്ലാം സെറ്റപ്പ് ആക്കാണ്ടിട്ട് കുറെ നടന്നല്ലോ. നല്ല ക്ഷീണം. ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായില്ലല്ലോ, മെഞ്ഞാന്ന് ഉറങ്ങിയിട്ടുണ്ടായില്ല. പുള്ളി അങ്ങോട്ട് ചേമ്പ് പറിക്കാൻ വേണ്ടിട്ട്, ചേമ്പുണ്ടോ നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ എന്നെ വിളിച്ചില്ല. വിളിക്ക് തോന്നി ഞാൻ നല്ല ക്ഷീണത്തിലുള്ളത്. കിട്ടിയോ? അത് നല്ല കഴിക്കാൻ പറ്റിയ ചേമ്പ് തന്നെയാ ആയിരിക്കണം. നോക്കി നോക്കാം, പുഴുങ്ങി നോക്കാം. അല്ല മറ്റേ ജമിലി ചെക്ക് ചെയ്യണോ? ജമിലിയിൽ നോക്കിയപ്പോ നല്ല നല്ല ചേമ്പാ? കഴിക്കുന്ന ചേമ്പാണ്. ആ ഓക്കെ എന്നാ കുഴപ്പമില്ല. നിനക്ക് പക്ഷെ കാട്ടുചേമ്പാണ്. കാട്ടുചേമ്പല്ലേ? നമ്മള് വളർത്തണ ചേമ്പല്ലല്ലോ. ആ കുഴപ്പമില്ല. കുഴപ്പമില്ല, എന്നാ കത്തിരിക്കാം നമുക്ക്. ഭയങ്കര ക്ഷീണമായി പോയി. ഞാൻ നന്നായിട്ട് ഉറങ്ങി. നിങ്ങൾ എന്നെ വിളിക്കാണ്ടിരുന്ന പിന്നെ നീ കിടന്നോട്ടെ. ഓക്കെ അപ്പൊ എനിക്ക് ക്ഷീണുണ്ടെന്ന് അറിയാല്ലേ? നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട്. ഞാനങ്ങനെ നന്നായിട്ട് ഉറങ്ങിപ്പോയി. ഇനിയിപ്പോ നമ്മള് വീണ്ടും പഴയതുപോലെ നനയണം. നനഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ നനയണോ? എന്റെ പാന്റൊക്കെ ഉണങ്ങി വന്നിട്ടേ ഉള്ളൂ. അപ്പൊ എന്റേത് ഞാനും സുഖമായിട്ട്. ഇല്ല, വേറെ ഡ്രസ് എടുത്തിട്ടില്ല. ഇല്ലേ? അയ്യോ, എന്തായാലും മീനിനെ കിട്ടിയാലേ ഇപ്പൊ ഒരു ഹാപ്പിനെസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നനഞ്ഞത് വേസ്റ്റ് ആയില്ലടാ. അതെ കിട്ടും ഇങ്ങനെ എന്റെ കയ്യില്. ഇല്ലേ? ഒന്നുമില്ല. നമ്മുടെ ഒരു പരലാ, ഒന്നുമില്ല. അയ്യോ, ഒരു ഉണക്കമേ പോലും. ഇപ്പൊ മഴ പെയ്യും കേട്ടാ. ആ പിടി മീൻ കിട്ടി. നല്ല വലിയ മീൻ. ഒരു മീനെ സെറ്റ് ആയിട്ടുണ്ട്. യെസ്. ആ കൊണ്ടുവരി ബരി കൊണ്ടുവരി. എന്താ നോക്കണ? ഇതെന്താ നോക്കട്ടെ. ഓ അടാറ് സാധനം അല്ലേ? നല്ലോണം പിടിച്ചോട്ടെ, ചാടി പോയാലേ. ഇല്ല ഇത് പിടി. ആ ഞാൻ മീനെ കാണിക്കട്ടെ. അയ്യോ, അപ്പൊ ഇതാ മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. നോക്കിയേ. അടിപൊളി. ചാടി പോരുത് കേട്ടോ. ഇല്ലില്ല. ഇതെന്താ ഇതിന്റെ ശ്വാസകോശ സ്പോഞ്ച് പോലെ ആയാ? കുറെ നേരമായില്ല. എന്ത് മീനാവൂല്ലേ? ഏയ് ഹലോ, ഇത്ര പെട്ടെന്ന് സ്പോഞ്ച് പോലെ ആയാ? അപ്പൊ വല പിന്നെ അവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇനി എന്തെങ്കിലും ട്രാപ്പ് ആവാൻ നോക്കാലോ. ഇത് അതന്നെ ആദിവാസികൾ വെക്കുന്ന കാണുന്ന മീനില്ലേ? ആ ഇതിന്റെ ശ്വാസകോശം സ്പോഞ്ച് പോലെ ആയി. രണ്ടെണ്ണം കിട്ടിയ പടയുന്നു. ഓക്കെ, അപ്പം മഴ പെയ്യുന്നുണ്ട്.